കുറെ കാത്തിരുന്ന് പ്രിപ്പയർ ചെയ്ത് ഒരു പ്രത്യേക ഡെസ്റ്റിനേഷനിൽ ബക്കറ്റ് ലിസ്റ്റിൽ കുറിച്ച് വെച്ചിട്ടുള്ളവരാകും നമ്മളിൽ ഭൂരിഭാഗം പേരും. അത്തരത്തിലുള്ള എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് യാത്രാനുഭവമാണ് ഈ വീഡിയോ. എൻ്റെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് യാത്ര. ഈ വർഷം ഫെബ്രുവരിയിലാണ് ഞാൻ എൻ്റെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു വിശദീകരണം തരാം. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റിൻ്റെ താഴ്വാരം വരെയുള്ള ഒരു യാത്ര. ഏകദേശം ഒരു 130 കിലോമീറ്ററോളമാണ് നമുക്കൊരു യാത്ര വരുന്നത്. ഇത് പൊതുവെ ആളുകൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 2 ആഴ്ചത്തെ ടൈം ഗ്യാപ്പിലാണ് എല്ലാവരും ഇത് ചെയ്യുക. പക്ഷെ ചിലവർ 8 ദിവസം കൊണ്ടും 10 ദിവസവും 12 ദിവസം കൊണ്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. എനിക്ക് ഈ യാത്ര ചെയ്യാൻ വേണ്ടി വന്നത് ഏകദേശം ഒരു 10 ദിവസമാണ്. അപ്പോൾ ഈ 10 ദിവസത്തെ കാര്യങ്ങൾ മൊത്തം നമുക്ക് പറയാനുണ്ട്. അപ്പോൾ തന്നെ ഇത് വലിയൊരു വീഡിയോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ പാർട്ടായി സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പറയണത്. അപ്പോൾ ഈ വീഡിയോ എൻ്റെ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് യാത്രയുടെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫെബ്രുവരി 4 ഞാൻ എൻ്റെ യാത്ര തുടങ്ങുന്നത്. എൻ്റെ ആദ്യത്തെ സോളോ ട്രിപ്പ് ആയതുകൊണ്ടും ഇതൊരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രക്കിംഗ് ആയതുകൊണ്ടും ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എത്രയൊക്കെ പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ യാത്രകളുടെ ഇടയിലുള്ള എക്സ്പീരിയൻസും നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടി നമുക്ക് കുറേ പ്രശ്നങ്ങൾ നമുക്ക് വഴിയിലുണ്ടാവും. അതുപോലെ ഒരു പ്രശ്നം എനിക്ക് ഇറങ്ങിയ വഴിക്ക് എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല, പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയുന്നത് വളരെ ശരിയാണ്. കാരണം ഒന്നും നടന്നില്ല വിചാരിച്ചാൽ. ഞാൻ ഹോട്ടലെല്ലാം ബുക്ക് ചെയ്ത് വന്ന് ഇവിടെ സെറ്റായി എല്ലാം പാക്ക് ചെയ്ത് എന്താ പറയുക 2 ദിവസത്തിനുള്ളിൽ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പോകാമെന്നുള്ള ഐഡിയയിലാണ് വന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക്. പക്ഷേ എനിക്ക് എൻ്റെ ലഗേജ് മിസ്സായി. എന്താ പറയുക, അപ്പോൾ അതിനുവേണ്ടി കുറേ സമയം എനിക്ക് ചുറ്റിത്തിരേണ്ടി വന്ന എയർപോർട്ടിൽ. പക്ഷേ ലഗേജ് ഇതുവരെ കിട്ടിയില്ല. ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, ഞാൻ ശനിയാഴ്ച രാത്രിയാണ് വന്നത്. ശനിയാഴ്ച രാത്രി വന്ന് ഞാൻ ലഗേജ് എനിക്ക് മലേഷ്യ വഴി വന്നത്. ഞാൻ സിംഗപ്പൂരിൽ നിന്നാണ് വരുന്നത്. മലേഷ്യ വഴി വന്നു. എനിക്ക് എൻ്റെ ലഗേജ് മലേഷ്യയിൽ വെച്ച് മിസ്സായി എന്നാണ് അവർ പറഞ്ഞത്. എവിടെയാണ് ഇതുവരെ ട്രാക്ക് ചെയ്യാൻ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് കുറേ നടക്കേണ്ടി വന്നു. എന്നിട്ട് ഇന്ന് ഇവിടെ എത്തി, ഇന്നലെ രാത്രി എത്തി, ഇന്ന് കാലത്ത് എന്നിട്ട് എണീച്ചു. എന്നിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വീണ്ടും അവരുടെ ഓഫീസിലും കാര്യങ്ങളൊക്കെ പോയിട്ട് കുറച്ച് അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടി, അവരുടെ നമ്പറും കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷേ അവർ ഇന്നത്തെ ഫ്ലൈറ്റിൽ വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് എന്തോരം ഉറപ്പൊന്നുമില്ല. ഞാൻ പക്ഷേ ഹോട്ടലിലെ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അത് സ്വാഭാവികമാണ്, ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, എനിക്ക് പറ്റിയൊരു മണ്ടത്തരം എന്ന് വെച്ചാൽ ഞാൻ അവസാന നേരത്തെ എൻ്റെ കൂട്ടുകാരൻ്റെ ബാഗ് എടുത്തിട്ട് വന്നത്. അപ്പോൾ പെട്ടെന്ന് അവർ ബാഗിൻ്റെ കളറും കാര്യങ്ങളൊന്നും ചോദിച്ചപ്പോൾ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ പുറപ്പെടുന്നതായിട്ട് മുന്നേ, നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ പുറപ്പെടുന്നതായിട്ട് മുന്നേ ബാഗിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചാൽ എന്താ പറയുക, ലഗേജ് മിസ്സായി അവർക്ക് ട്രാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് പിന്നാലെ നടക്കും, അതിൻ്റെ ചുറ്റുവട്ടമായിട്ട് നടക്കും. ഇന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇപ്പോൾ എന്തായാലും കിട്ടുന്ന പ്രതീക്ഷയിൽ ഇന്ന് പോയി ബാക്കി സാധനങ്ങൾ, ട്രക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്ലീപ്പിംഗ് ബാഗ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ജാക്കറ്റ്, പോൾസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ റെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ വൈകുന്നേരം ഈ ഒരു ലഗേജും കാര്യങ്ങളൊക്കെ ഒരു കിട്ടുമെന്നൊരു പ്രതീക്ഷയോടുകൂടി തന്നെ ഞാൻ എൻ്റെ ബാക്കിയുള്ള യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള ജാക്കറ്റും കാര്യങ്ങളൊക്കെ റെൻറ്റ് ചെയ്യാനായിട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതൊരു സോളോ യാത്ര ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെ വേണം, എങ്ങനെ കാര്യങ്ങൾ എവിടെയൊക്കെ വെച്ച് ചെയ്യണം എന്ന് നല്ലപോലെ റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് യൂട്യൂബിലും അങ്ങനത്തെ കാര്യങ്ങളിലും ഫേസ്ബുക്കിലൊക്കെ റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ യാത്രയ്ക്ക് വേണ്ടി എന്തോരം കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തു, എങ്ങനെ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തു, എൻ്റെ ലൈക്ക് ഫൈൻഡ് ഔട്ട്സ് ഒക്കെ എന്തായിരുന്നു എന്നുള്ളതിന് വേണ്ടി ഞാൻ ലൈക്ക് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പറയുന്ന രീതിയിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ സംശയങ്ങളോ ചോദിക്കുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അപ്പോൾ അതിൽ ഫേസ്ബുക്കിൽ എനിക്ക് ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ട് ബ്രസീലിൽ നിന്നുള്ളൊരു ട്രാവലറാണ്. ആളെനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. ആളും ഈ ഒരു സമയത്ത് നേപ്പാളിലുണ്ട്, എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒന്നിച്ച് പോവാം, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ആൾ എന്നോട് മുന്നേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ 2-3 ദിവസം മുന്നേ വന്ന ഒരാളാണ് അവിടെ നേപ്പാളിൽ. അപ്പോൾ ആൾ ഇങ്ങനെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ഓൾറെഡി സാധനങ്ങളൊക്കെ റെൻറ്റ് ചെയ്തൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പൊക്കോ, അത് നല്ലൊരു പ്ലേസാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സജഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. മാത്രമല്ല ഞാൻ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ചൈനയിൽ നിന്നുള്ള ജി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ എങ്ങടേലും ഒരു സ്ഥലത്ത് നേപ്പാളിൽ ട്രക്കിങ്ങിന് പോകാമെന്നുള്ളൊരു ഐഡിയയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പോകുന്നുണ്ട്, എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി ഒന്നിച്ച് പോകാം, കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് അവരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരും കൂടെ പോയിട്ട് ഈ ഫിലിപ്പ് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ജാക്കറ്റ്, പോൾസ്, മറ്റു കാര്യങ്ങളൊക്കെ റെൻ്റ് ഔട്ട് ചെയ്ത് തിരിച്ച് ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നു. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് തിങ്കളാഴ്ചയായി. ഞാൻ ആക്ച്വലി എൻ്റെ ശരിക്കുള്ള പ്ലാൻ പ്രകാരം ഞാൻ ശനിയാഴ്ച വന്ന് ഞായറാഴ്ച സാധനങ്ങൾ റെൻറ്റ് ചെയ്ത് തിങ്കളാഴ്ച ഫ്ലൈറ്റ് കയറി ലുക്കിലേക്ക് പോയിട്ട് അവിടുന്ന് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു. പക്ഷേ ഞാൻ ബുക്ക് ചെയ്യണ സമയത്ത് തിങ്കളാഴ്ചത്തെ ഫ്ലൈറ്റ് എല്ലാം സോൾഡ് ഔട്ടായി, അതോ ഇല്ലയെന്ന് തോന്നുന്നു, അവർ ക്യാൻസൽ ചെയ്യുന്നതോ ഇല്ലയെന്ന് തോന്നുന്നു. തിങ്കളാഴ്ച ഫ്ലൈറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ എനിക്ക് ചൊവ്വാഴ്ച ബുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അതിൽ ഭയങ്കരമായിട്ട് മിസ് എൻ്റെ പ്ലാനിങ് ഒക്കെ തെറ്റിയായിരുന്നു. പക്ഷെ ഞാൻ എന്നാലും പിന്നീട് വീണ്ടും കാര്യങ്ങളൊക്കെ മാറ്റി. അപ്പോൾ എനിക്ക് ആ ഒരു ദിവസം മിസ്സായതിൽ ഭയങ്കര വിഷമം തോന്നിയായിരുന്നു അന്ന്. പക്ഷേ എന്താ പറയുക, ഭാഗ്യം ആ ദിവസം മിസ്സായി തിങ്കളാഴ്ചത്തെ ഫ്ലൈറ്റ് കിട്ടാതിരുന്നത് ഭയങ്കര ഉപകാരമായി. കാരണം ഇന്നലെ ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ വിചാരിച്ച് മിസ്സായി ലഗേജ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി എപ്പോൾ കിട്ടുന്നറിയില്ല. അപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ പിന്നീട് കൂട്ടുകാരനൊക്കെ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് കൂട്ടുകാരൻ്റെ ബാഗ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതൊന്ന് അയച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ അത് ഇന്നലെ ഫ്ലൈറ്റൊക്കെ വന്നതിന് ശേഷമായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ഫ്ലൈറ്റിലൊന്നും വന്നില്ല. പിന്നെ ഇന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് ഇന്ന് 6:30 7 മണിക്ക് 2 ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ വരുന്ന പറഞ്ഞു. അപ്പോൾ ഇന്ന് കിട്ടുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നും കിട്ടിയില്ലെങ്കിൽ ഞാനിപ്പോൾ സാധനങ്ങളൊക്കെ റെൻ്റ് ഔട്ട് ചെയ്ത കടയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് സാധനങ്ങൾ ചിലപ്പോൾ വേണ്ടി വരും. ഇങ്ങനെ ലഗേജ് എൻ്റെ മിസ്സായി. അപ്പോൾ ഇങ്ങനെ കട അടയ്ക്കരുത്, 8:30 വരെ ഇങ്ങനെ തുറന്ന് വെച്ചോളാം. അവർ 8:30 മുന്നേ അടയ്ക്കാറുണ്ട്. 8:30 തുറന്ന് വെച്ചോളാം ഞാൻ പറഞ്ഞ് സൂചിപ്പിച്ച് വന്നിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇപ്പോൾ ലഗേജ് കിട്ടിയില്ലെങ്കിൽ ബാക്കി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യം വരില്ല എന്ന് വിചാരിക്കണു. ഇപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പെർമിറ്റ് എടുക്കാം എന്ന ഐഡിയയിൽ പോയി. പക്ഷെ പിന്നീട് അന്വേഷിച്ചപ്പോൾ പെർമിറ്റിൻ്റെ ആവശ്യം ഇവിടെ നിന്ന് തന്നെയില്ല, നമുക്ക് പോണ വഴിയിൽ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ പെർമിറ്റ് ഇപ്പോൾ എടുക്കണില്ല. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായില്ല എന്നല്ല. അപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കണം. ഇന്നപ്പോൾ വൈകുന്നേരത്തോടു കൂടി എനിക്ക് എൻ്റെ ലഗേജ് കിട്ടി. ഇപ്പോൾ സീനൊന്നും ഇല്ലാണ്ട് നാളെ സമാധാനമായിട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഭാഗ്യത്തിന് അധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം തന്നെ എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ അന്ന് രാത്രി തന്നെ എല്ലാം പാക്ക് ചെയ്ത് നാളെ കാലത്തേക്ക് പോകാനുള്ള ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് നേരത്തെ എനിക്ക് ഞാനൊരു 5:30 കൂടെ അവിടെ എത്തുന്ന രീതിയിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. എനിക്ക് 6:20 ഫ്ലൈറ്റ്. അപ്പോൾ ഞാനൊരു 5:30 കൂടി കാത്മണ്ഡു ഡൊമസ്റ്റിക് എയർപോർട്ടിലെത്തി. നമുക്ക് ലുക്ല ഫ്ലൈറ്റ് കയറണത്, അതിനുള്ള കാര്യങ്ങളും ചെക്കിനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുള്ള് സെറ്റായിരുന്നു. അപ്പോൾ ഇവിടെ കാത്മണ്ഡുവിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് കയറാൻ നിൽക്കുകയാണ് ലുക്ലയിൽ. ഇവിടെ എന്താ പറയുക, 6:15 ഫ്ലൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സമയം 8 മണിയായി. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ഫ്ലൈറ്റ് ഡിലേ ആണ്, ഭയങ്കര ഡിലേ ആണ്. മാത്രമല്ല ഇവിടെ ലുക്ലയിൽ ഭയങ്കര കോട കിട്ടിയിട്ട് ഇപ്പോഴൊന്നും ആവില്ല എന്ന് പറയണേ. ഏറെക്കുറെ അവർക്കൊരു 5 കിലോമീറ്ററിൻ്റെ എന്താ പറയുക ഒരു കാഴ്ച കാണാൻ പറ്റുന്ന ഒരു 5 കിലോമീറ്റർ ദൂരത്തേക്ക് അവർക്ക് കോടയില്ലാതിരുന്നാൽ മാത്രമേ അവർ ഫ്ലൈറ്റ് എടുക്കുള്ളൂ. അപ്പോൾ നേരത്തെ ഞാനൊരു 1/4 മണിക്കൂർ മുന്നേ ചോദിച്ചപ്പോൾ ഒരു 1 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇത്ര നേരമായിട്ട് ഒരു 3/4 മണിക്കൂറിന് ശേഷം എന്താ പറയുക 1.5 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഒരു ഉച്ചവരേക്ക് ഇരുന്നാലേ അതൊന്ന് തെളിഞ്ഞ് വരുള്ളൂ. ഇപ്പോൾ തന്നെ ഒരു 3-4 പേര് ഐ ക്യാൻ സി ഒരു 3-4 പേര് പോവാൻ റെഡി ആയിട്ട് സെറ്റായിട്ട് അവർ ബോഡീൻ്റെ അവിടേക്ക്. അപ്പോൾ നമ്മളും പിന്നാലെ പോയി നോക്കി. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ ഹെലികോപ്റ്ററിലാണ് പോകണം. അപ്പോൾ ഫ്ലൈറ്റ് ഭയങ്കര ഡിലേ ആയതുകൊണ്ട് അവർ ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്ത് മെല്ലെ ഇവിടുന്ന് വിട്ടു. അപ്പോൾ ഒരാൾക്ക് ഞാൻ പോയി അന്വേഷിച്ച് പൈസ കാര്യമൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരാൾക്ക് 40,000 നേപ്പാളി റുപ്പീസാണ് വരുന്നത്. അപ്പോൾ അത്രയും പൈസ കൊടുത്ത് നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞത് വെച്ച് കോട ഇടയ്ക്ക് കുറച്ച് കുറയുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വീണ്ടും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇച്ചിരി അന്വേഷിച്ചപ്പോൾ 2 സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ളവർ അവർ നാംചി ബസാർ വരെയുള്ളൂ. 2-3 ദിവസം ട്രക്ക് ചെയ്തിട്ട് തിരിച്ചു വരാനാണ്. വേറെ ഒരു ആൾ ലുക്ലയിലെത്തിയിട്ട് ഹെലികോപ്റ്റർ എടുത്ത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ പോയിട്ട് തിരിച്ചു വരാനാണ്. അങ്ങനെ 1-2 പേര് നാംചിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 പേര് മാത്രമേ ഇവിടെ പരിചയപ്പെട്ടതിൽ എന്താ പറയുക എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ അറ്റം വരെ പോയിട്ട് തിരിച്ചു വരാനായിട്ട് ഉദ്ദേശിക്കണുള്ളൂ. അപ്പോൾ കൂടുതൽ വരുന്ന വഴിയിൽ കാണാൻ വിചാരിക്കണം. മാത്രമല്ല ഫ്ലൈറ്റൊക്കെ പ്രശ്നമൊന്നും വരാണ്ട് ഇന്ന് തന്നെ പോകാൻ പറ്റുമെന്ന് വിചാരിക്കും. ഇന്ന് നമുക്ക് 3 മണിക്കൂറിൻ്റെ ട്രക്കിംഗ് ഉള്ളൂ. അതുകൊണ്ട് ശരി ലേറ്റ് ആയാലും പ്രശ്നമില്ല. ഇന്നത്തെ ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് വിചാരിച്ച സ്ഥലത്തേക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഇനി ബാക്കി എന്താണെന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ച് നോക്കാം. മൂപ്പര് കൂടെ my language? Yeah, how can I say? Like namaste. Namaste in my language is namaskaram. Namaskaram. You try? Namaskaram. Yeah, namaskaram. Yeah. You want to try? Yeah. Brazil, it's Say hi. bon appetit. Yeah, in Brazil it's bon appetit. Bon Yeah. appetit. In Chinese? Ni hao. Ni hao, ni hao, ni hao, ni hao. അപ്പോൾ മൂപ്പര് ഇവിടെ ഞങ്ങൾ ഭയങ്കര ഡിലേ ഇപ്പോൾ ഫുഡൊക്കെ അടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ മൂപ്പര് ഇവിടുത്തെ എന്താ പറയുക നേപ്പാളിൻ്റെ ഭക്ഷണമായ ഒരു മോയൻമോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കഴിച്ചു. അപ്പോൾ അത് ചിക്കൻ്റെയാണ്. അപ്പോൾ അത് ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക.
അപ്പോൾ നിർഭാഗ്യവശാൽ നമ്മുടെ ഫ്ലൈറ്റൊക്കെ ക്യാൻസലായിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിനി പോയി ലഗേജൊക്കെ എടുത്ത് ഇനി നാളെ വീണ്ടും വരാമെന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ എക്സ്ട്രാ കരുതിയത് കൊണ്ട് പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ ഉറപ്പ് പറയാൻ പറ്റില്ല, നാളെയും കാലാവസ്ഥ ഇത് തന്നെയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നെന്തായാലും തിരിച്ചു പോകാമെന്ന് വെച്ചു. അപ്പോൾ തിരിച്ച് ലഗേജും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള പരിപാടി നോക്കാൻ പോവാണ്. ഇപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഹോട്ടലിൽ പോയി സെറ്റ് ചെയ്ത് ഇനി നാളെ കാലത്ത് വീണ്ടും വന്ന് നോക്കണം. അപ്പോൾ സമയം 10:30 അപ്പോൾ നമ്മൾ 5:30 വന്നതാണ്. 10:45 വരെ ഇവിടെ ഇരുന്നു. പക്ഷെ ഉപകാരമൊന്നും ഉണ്ടായില്ല. തിരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മൾ വീണ്ടും എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. ബുധനാഴ്ചയായി. ഇപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ വെതർ നോക്കിയപ്പോൾ ഇന്ന് പ്രശ്നമൊന്നുമില്ലെന്ന് കാണിക്കണം. അപ്പോൾ ഇന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവേണ്ട കൃത്യസമയത്ത് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. 6:15 ഫ്ലൈറ്റ് എന്തായാലും 6:45 എടുക്കുള്ളൂ. 6:45 വേണ്ട സൂര്യദിക്കല. അപ്പോൾ അവർക്ക് എന്തായാലും വിസിബിലിറ്റി വേണമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ 3 പേരായിട്ടായിരുന്നു പോകുമായിരുന്നായിരുന്നു, ഇവിടുന്ന് പരിചയപ്പെട്ട 3 പേരായിട്ട്. പക്ഷേ ഇന്ന് ഒരാൾ ഇന്ന് കുറഞ്ഞു. ഇപ്പോൾ ഇന്ന് ഫിലിപ്പ് മാത്രമേ ഉള്ളൂ. ജിയു ഇല്ല. അവളുടെ എന്താ പറയുക ലീവും റിട്ടേൺ ടിക്കറ്റൊക്കെ തിരിച്ച് സിംഗപ്പൂരിൽ കറക്റ്റ് എടുത്തുകൊണ്ട് ഒരു ദിവസം നല്ല മിസ്സായപ്പോൾ പ്ലാനൊക്കെ തെറ്റി. അപ്പോൾ ഒരു അന്നപൂർണ്ണ സർക്യൂട്ട് ട്രക്കിങ്, അതൊരു 10 ദിവസത്തെ ട്രക്കിങ്ങാണ്. അപ്പോൾ അതിന് പോകാമെന്ന് വെച്ചു. അപ്പോൾ അവർ ഇന്ന് ഹോട്ടലിൽ നിന്ന് നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി വഴിയിൽ വെച്ച് ഇന്നലെ പരിചയപ്പെട്ട 1-2 പേരെ, കുറച്ച് പേരിനെയൊക്കെ പരിചയപ്പെട്ടു. ഇന്നലെ ഹെലികോപ്റ്റർ കയറാൻ നോക്കി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ അപ്പോഴൊക്കെ കുറച്ച് പേരിനെ പരിചയപ്പെട്ടവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരിനൊക്കെ ഇന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഇന്നലെ ഉണ്ടായിരുന്ന കുറച്ച് പേരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നമൊന്നുമില്ലാണ്ട് ഇന്ന് പോകാൻ പറ്റിയാൽ മതി. ഇന്ന് പോകാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഇന്ന് ഇപ്പോൾ കാലിയാണ്. പക്ഷേ എന്തായാലും ഇവിടെ നിറച്ച ആൾക്കാരെന്ന് അറിയും ഫ്ലൈറ്റിന് മുന്നേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഇന്നേക്ക് ചേഞ്ച് ചെയ്യാൻ നോക്കിയപ്പോൾ ഭാഗ്യത്തിന് കിട്ടിയതാണ് ഇന്നേക്ക്. കാരണം ഇന്നലെ ഞങ്ങളിങ്ങനെ ക്യാൻസലൊക്കെ ചെയ്ത് ഫ്ലൈറ്റ് ക്യാൻസലായി എന്ന് പറഞ്ഞിട്ട് കുറച്ച് സംസാരിച്ചിട്ട് എന്താ ചെയ്യണമെന്നൊക്കെ കുറച്ച് നേരം തീരുമാനം വെച്ചിട്ട് ലേറ്റായിട്ട് കൗണ്ടറിലേക്ക് പോയി. അപ്പോഴേക്കും ഓൾമോസ്റ്റ് ടിക്കറ്റ് ഇരുന്നു. അവസാനത്തെ 2 ടിക്കറ്റ് എനിക്കും ഫിലിപ്പിനും കിട്ടി. അതുകൊണ്ട് ഭാഗ്യത്തിന് കിട്ടിയതാണ്. അപ്പോൾ ഇന്നലെ പോകാൻ പറ്റാത്ത എല്ലാവരും, പിന്നെ ഇന്നുണ്ടായിരുന്ന എല്ലാവരും, അപ്പോൾ എന്തായാലും ഇന്ന് നിറച്ച ആളായിരിക്കും. ഫ്ലൈറ്റിൽ ഫുള്ളായിരിക്കും. ഇന്നലത്തെ മാതിരി പകുതി കാലിയാവില്ല. അപ്പോൾ സീറ്റും കാര്യങ്ങളൊക്കെ ഇന്നലെയൊക്കെ കറക്റ്റ് വിൻഡോ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ ഇന്ന് ചോദിച്ച് അപ്പോൾ അവർ പറഞ്ഞു സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ഫ്രീ സീറ്റിംഗ് ആണ്. അപ്പോൾ ആദ്യം കയറി ആദ്യം ഇരിക്കാം. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കുന്നുണ്ട്. കുറ്റിയും കുറച്ച് കയറിയിരിക്കുന്നത് നല്ലൊരു വ്യൂ കിട്ടുമെന്ന് വിചാരിക്കണം. ഇടത് സൈഡിൽ ഇരുന്നാലാണ് നല്ല ഹിമാലയസിൻ്റെ വ്യൂ കിട്ടുമെന്നാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ചടി കയറി ഏതെങ്കിലും ഒരു ഇടത് സൈഡ് നോക്കിയിരിക്കണം. അതാണ് നമ്മുടെ കറണ്ട് പ്ലാൻ. അപ്പോൾ ഇനി എന്താ സംഭവിക്കുകയെന്ന് കാണാം, വഴി കാണാം. വേറെ വഴിയൊന്നുമില്ല, കാത്തിരിക്കാൻ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ പോകാൻ പറ്റും. ഞാൻ കാത്തിരുന്ന് 1.5 ദിവസത്തിന് ശേഷം കയറാൻ പോവാണ്. നമ്മുടെ ഫിലിപ്പൂട്ടം മുന്നിൽ പോകുന്നുണ്ട്. നല്ല സീറ്റ് നോക്കിയിരിക്കണം. നമസ്തേ. അയ്യോ കയറി എല്ലാം സെറ്റായി. നമ്മുടെ ഭാഗ്യം എന്ന് പറയാനല്ലോ. എന്ത് ടെക്നിക്കൽ ഇഷ്യൂകാരുടെ വീണ്ടും ഡിലേയാണ്. ഇറ്റിൻ്റെ എഞ്ചിന് എന്ത് തകരാറുണ്ട്. അയ്യോ ഓക്കെ. ഫ്ലൈറ്റിന് എന്ത് ഇൻഡിക്കേഷൻ എന്തോ തകരാറുണ്ട്. അത് ചെക്ക് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റിനുള്ളിൽ പോകാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കുറ്റിയടി പിരിപ്പാണ്. എൻ്റെ പൊന്നോ, ഇത്രേരം കാലാവസ്ഥയായിരുന്നു പ്രശ്നം. കാലാവസ്ഥ നേരെ ഇപ്പോൾ ഫ്ലൈറ്റ് പ്രശ്നമായി. അറിയത്തില്ല എന്തെങ്ങടെ പോണേന്ന് മനസ്സിലാവണില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തായാലും നോക്കിയാക്കാം. എനിക്ക് നടപടിയാണെന്ന് അറിയില്ല. ഇപ്പോൾ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഫ്ലൈറ്റ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീണ്ടും നമ്മളെ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കി വിട്ടു. ഇനി തിരിച്ച് വീണ്ടും ബസ്സിൽ പോയി കാത്തിരിപ്പാണ്. എന്തോ ഇൻഡിക്കേഷൻ പ്രശ്നമായിട്ട് ഫ്ലൈറ്റ് എടുക്കാൻ പറ്റണില്ല എന്നവർ പറഞ്ഞേ. അപ്പോൾ എടുത്ത എഞ്ചിനൊക്കെ ഓടിച്ച് ഒരു റൺവേയിലൊക്കെ കുറച്ച് ഓടിച്ചേക്കും. പക്ഷെ എന്തോ സീനുണ്ട്. അപ്പോൾ അവർ നിർത്തി. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കി നോക്കാം. പ്രാവശ്യം ഞാനാദ്യം പോണേ. എന്താവും നോക്കട്ടെ.
ഐശ്വര്യം എന്താവും നോക്കട്ടെ ആദ്യം ഞാൻ കയറുമ്പോൾ. ഹലോ അഗൈൻ, ഹലോ ഹലോ. ഇപ്രാവശ്യം പ്രശ്നങ്ങളൊന്നും കൂടാണ്ട് ഫ്ലൈറ്റ് എടുത്തു. ആ ഇടത് സൈഡിൽ ഇരുന്നത് ഭയങ്കര ഉപകാരമായി. ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ ഫ്ലൈറ്റിൻ്റെ കോക്ക്പീറ്റും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഒരു ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടർബുലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ഭയങ്കര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നമ്മൾ യാത്രയൊന്നും കുഴപ്പമില്ലാണ്ട് സേഫായിട്ട് ലാൻഡ് ചെയ്തു. ഇതാണ് നമ്മൾ വന്നിറങ്ങിയ ലുക്ല എയർപോർട്ട്. ഞാൻ നല്ല തണുകൊണ്ട് ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ഒന്നിറങ്ങിയിൽ ഇവിടെ നിന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്തൊന്നും ഫ്ലൈറ്റ് ഇല്ലെന്നുണ്ട്. എല്ലാതും ഞങ്ങൾ ഡിലേ ആയപ്പോൾ അതിന് മുന്നേ എല്ലാം വന്ന് പോയി. ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഫ്ലൈറ്റൊന്നും ഇല്ലെന്നെങ്കിൽ അപ്പോൾ ഇനി ഫ്ലൈറ്റൊന്നും കാണാൻ കിട്ടും തോന്നണില്ല. ഐഡിക്ക് ലൈറ്റ് ഇല്ലാന്നുണ്ട്. അപ്പോൾ മറ്റേ മണി പ്രയർ വീല് സംഭവം തിരിച്ചിട്ട് വേണം നടക്കാൻ. അതിൻ്റെ ഓരോ മണി ശബ്ദവും ഓരോ പ്രാർത്ഥനയാണെന്നാണ് പറയണേ. അപ്പോൾ ഞാൻ പോരാനായിട്ട് മുന്നേ 2 ദിവസം മുന്നേ ഇന്നലെ ഫ്ലൈറ്റ് എടുക്കുന്നതിനായിട്ട് മുന്നേ ഞാനും മറ്റേ ചൈനയിൽ നിന്നുള്ള ജിയും ഇങ്ങോട്ട് വരാൻ നിന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും പ്ലാൻ ചെയ്തു. ഇപ്പോൾ എന്തായാലും 2 പേരുള്ളതുകൊണ്ട് പോർട്ടറിനെ എടുക്കാമെന്ന് വെച്ചു. പോർട്ടറിന് മാത്രം, ഗൈഡില്ല, പോർട്ടർ മാത്രം. അപ്പോൾ 2 ആളും കൂടി ആകുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ വളരെ തുച്ഛമായ പൈസ വരുന്നുള്ളൂ. അപ്പോൾ ചെയ്യാമെന്ന് വെച്ചാൽ പക്ഷേ ഇന്നലത്തെ ഫ്ലൈറ്റ് ഡിലേ ആയാൽ അവൾ വേറെ റൂട്ട് പോയി. അപ്പോൾ ഞാൻ മാത്രമായി എന്തായാലും ബുക്ക് ചെയ്തുകൊണ്ട്, പിന്നെ ബുക്ക് ചെയ്ത് പ്രതീക്ഷിച്ച് ലഗേജൊക്കെ ഇച്ചിരി കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും പോട്ടറിനെ കരുതാമെന്ന് വെച്ചു. നല്ലതാണുണ്ട് ഊയി. അപ്പോൾ മൂപ്പര് ബാഗ് എടുത്തിട്ട് പോയി. ഇനി നമ്മളെല്ലാവരും ഇങ്ങനെ ഇപ്പോൾ ഫിലിപ്പ്, ഞാൻ, പിന്നെ മൈക്കിൾ, ഓസ്ട്രേലിയയിൽ നിന്നുള്ള മൈക്കിളിൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇന്ന് തന്നെ വന്ന് കാലത്ത് എത്തുമായിരുന്നെങ്കിൽ നേരെ നാംച വരെ നടക്കാനായിരുന്നു. പക്ഷെ ഇന്നെല്ലാം ഡിലേ ആയതുകൊണ്ട് ഒന്നും നടന്നില്ല. അപ്പോൾ പുള്ളി ഇന്ന് പതുക്കിങ്ങിലേക്കാവും. അപ്പോൾ എന്തായാലും പോണോടത്തോളം പോച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ലുക്കിലോട്ട് പതുക്കിങ് വരെ നടക്കുക. ഏകദേശം ഒരു 3 മണിക്കൂറാണ് ഇവിടെ നിന്നുള്ളത്. അത് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഇപ്പോൾ നമ്മളൊരു 2600 മീറ്റർ ഉയരത്തിലാണ് നിൽക്കണം. അപ്പോൾ 2600 2800 അവിടുന്ന് പതുക്കിക്ക് ഒരു 200 മീറ്ററാണ് താഴ്ചയ്ക്കാണ് നമ്മൾ പോകണം. അപ്പോൾ അധികം പ്രശ്നം ഉണ്ടാവില്ല. നാളെയാണ് നമ്മുടെ വലിയൊരു നടത്തുള്ളത് നാംചയ്ക്ക്. ഫിലിപ്പൊക്കെ ഭയങ്കര എനർജി ആയിട്ട് ഇറങ്ങുന്നത്. ഇതാണ് നമ്മുടെ പോർട്ടോ. എല്ലാവരും ഇപ്പോൾ എല്ലാവരും ഈ റൂട്ടിക്ക് തന്നെ പോയിട്ട് പോകുന്നുണ്ട്. അധികാരം ഗൈഡൊന്നും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ സോളോ മാതിരി പോകാനുള്ളൊരു പരിപാടിയാണ്. അവനിങ്ങനെ ഒന്നിച്ച് 2 പേരായിട്ട് എടുക്കാന്നുള്ള ഐഡിയയിൽ എടുത്താണ്. ഞാനും ഒന്നുമില്ലാണ്ട് വരാനുള്ള പ്ലാനായിരുന്നു. അതിന് പോട്ടർ മാത്രമല്ല, ഇപ്പോഴും ഗൈഡില്ല. അതുകൊണ്ട് പകുതി മെനക്കടായിരിക്കും ഇപ്പോഴും. എന്തായാലും വരണോടത്ത് വെച്ച് കാണാം. പറ്റുകയാണെങ്കിൽ എവിടെ നിന്നൊന്ന് ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. ഒന്നും കഴിച്ചിട്ടില്ല. കാലത്ത് മറ്റേ ചിക്കൻ റോള് കഴിച്ചതാണ്. അപ്പോൾ വരുന്ന കാഴ്ചകളൊക്കെ ഇനി വഴിയെ കാണാം. ഫ്ലൈറ്റ് നൈസായിരുന്നു. ഈ ഹിമാലയാസ് ഒരു രക്ഷീനായിരുന്നല്ലോ. പൊളി സാധനം. അത് എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് തോന്നി. ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഇടത് സൈഡിലിരുന്നോളൂ. ഇടത് സൈഡിലിരുന്നാലാണ് കിട്ടലായിട്ട് വ്യൂ കിട്ടുള്ളൂ ഹിമാലയാസിൻ്റെ. ഇവിടെ നിന്ന് ആരുമില്ല. ഇതിപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഒരു മനുഷ്യപിന്നില്ല ഇവിടെ. സീസണൊക്കെ ആണെങ്കിൽ ഇവിടെ നിറച്ചാളും. അപ്പോൾ മുന്നേ പല വീഡിയോസ് കണ്ടതിലൊക്കെ ഫുൾ ആൾക്കാരൊക്കെ ആയിട്ട് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കുകയാണ്. ഇവിടെ ആരുമില്ല. ഞാൻ കേട്ടതെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ ദിവസം ചെന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഈ ടീ ഹൗസിലൊക്കെ ഇപ്പോൾ ആൾക്കാരില്ല. അതുകൊണ്ട് അവർക്ക് കസ്റ്റമേഴ്സൊന്നുമില്ല. അവരുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഞങ്ങൾ ഇന്നും നാളെയൊക്കെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം, അക്കോമഡേഷൻ ഫ്രീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സമ്മതിക്കും. ഇപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കണം 1-2 പേരായിട്ട് സംസാരിച്ചപ്പോൾ അവരൊക്കെ അതിനെ പറഞ്ഞേ അക്കോമഡേഷനൊക്കെ ഫ്രീ ആയിട്ട് തരും. കാരണം നമ്മളൊരു ദിവസം അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് കഴിക്കുന്ന ഭക്ഷണവും ചാർജിങ്ങിൻ്റെ ഇതൊക്കെ എന്തുകൊണ്ടും അവർക്കൊരു റെൻറ്റിനായിട്ടും വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് അവർക്കും അത് ഓക്കെയാണ്. അപ്പോൾ അതവർക്ക് അതുകൊണ്ട് അവർ സമ്മതിക്കുക. അതുകൊണ്ട് അങ്ങനെ ചോദിച്ചു നോക്കാമെന്ന് വെച്ചിട്ടുണ്ട്. നോക്കി നോക്കട്ടെ. ഇന്ന് എന്തായാലും പോയി അവിടെ എത്തി എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വഴിയ വീഡിയോയിലൂടെ എല്ലാം പറയാം.
അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി. ഇപ്പോൾ അവിടെ ലുക്കിൽ നിന്ന് ഇറങ്ങിയ ഒരു എന്താ പറയുക ഒരു കഷ്ടി 5 മിനിറ്റ് 10 മിനിറ്റ് കിടക്കുമ്പോഴേക്കും ഇങ്ങനെ സ്ഥലത്തെത്തും. ഇവിടെ നിന്നാണ് നമ്മൾ പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. പോണ വഴിക്ക് തന്നെ എടുക്കാം. പക്ഷേ ഇന്ന് ഇത് അടവാണ്. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് നമ്മുടെ പാസ്പോർട്ട് അവിടെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യില്ല, അവരൊന്ന് റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് നാളെ പാർക്കിങ്ങിൽ നിന്ന് നാംചേക്ക് പോണ വഴിക്ക് നമ്മൾ എടുക്കും. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടി പെർമിറ്റ് പരിപാടി ഒന്നും ഇത്രയേ ഉള്ളൂ. ഇനി നേരെ പാർക്കിങ്ങിലേക്ക് പോവുക, അവിടുത്തെ മനോഹരമായ പോണ വഴിയിലുള്ള കാഴ്ചകൾ കാണുക. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പരിപാടി. കോടിറങ്ങിയിട്ടുണ്ട്, നല്ല കോടിറങ്ങിയിട്ടുണ്ട്. ശരിക്ക് നമ്മൾ നേരത്തെ തന്നെ കാലത്ത് തന്നെ നടന്നു തുടങ്ങിയ പ്രശ്നമില്ല. നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇന്ന് 11-12 കാലം ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ തണവാവും. ഈ കാണുന്ന സംഭവം മണി ടെമ്പിളാണ്. ഇതിന് ക്രോസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോഴും ഇതിൻ്റെ ഇടത് സൈഡിൽ കൂടെ വേണം പോകാൻ. ഇത് ടിബറ്റൻ ഭാഷകളാണ്, അങ്ങനെ കല്ലുമ്പോൾ കൊത്തി വെച്ചേക്കണം. കുറേ ഇങ്ങനത്തെ കാണാൻ പറ്റും. ഇവിടെ കുറേ എന്താ പറയുക പാറക്കല്ലുമ്മയും കാര്യങ്ങളുമൊക്കെ ഇങ്ങനത്തെ ടിബറ്റൻ ഭാഷ കൊത്തി വെച്ചേക്കാൻ നമുക്ക് കാണാൻ പറ്റും. അത് പല വർഷം പഴക്കമുള്ള ഒരു 10-200-300 വർഷമൊക്കെ പഴക്കമുള്ള ഇതൊക്കെയാണ്. അത് കുറേ കാണാം. സംഭവം തണവയ്ക്കുക എന്ന് പറഞ്ഞാലും നമ്മളാകെ നടന്നു തുടങ്ങിയാൽ വിശർത്ത് ഉഷ്ണിച്ച് തുടങ്ങും. അപ്പോൾ ഉള്ളിലൊക്കെ വിശർത്ത് ഒടിച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞതൊക്കെ ഊരി തുടങ്ങുമെന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ. എന്തായാലും പെട്ടെന്ന് ഊരിയിട്ട് തണവടിച്ച് കയറണ്ടെന്ന് വെച്ചിട്ടാണ് പോണടത്തോളം പോട്ടെ എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കല്ലുമ്മയൊക്കെ കൊത്തി വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞത്. സൂക്ഷിച്ച് വയ്ക്കാൻ മനസ്സിലാവില്ലേ? ഇത് കൊത്തി വെച്ചാണോ പെയിൻ്റ് അല്ല. പ്രവർത്തനങ്ങൾ, ഇവരുടെ പ്രവർത്തനങ്ങൾ. നല്ല കോട മഞ്ഞിന് ഓയ് പിശുക്കുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതുവരായിട്ടില്ല. മൊത്തത്തിൽ നമുക്ക് ഇന്ന് നടക്കാനൊരു 7.2 കിലോമീറ്ററാണുള്ളത്. കൂടുതൽ ഇറക്കാണ്, അതുകൊണ്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ഇതുവരെ. പക്ഷേ പറയാൻ പറ്റില്ല, നമ്മൾ അതിങ്ങനെയില്ല കാര്യത്തിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം കുറേ ഇറക്കാകുമ്പോൾ നമ്മുടെ കാലിന് മുട്ടിനൊക്കെ വേദന വരാൻ സാധ്യതയുണ്ട്. പരിചയമില്ലാത്ത പരിപാടിയാണല്ലോ, അതുകൊണ്ട് പതുക്കെ പോകണമല്ലോ. പിന്നെ ഇന്ന് ഈ ഒരു ദൂരം മാത്രം ഒന്ന് കവർ ചെയ്യാമല്ലോ. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. സംഭവം കുറച്ച് ദൂരമുള്ളൂ. ചെറിയ ഇറക്കാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവം ചെയ്യേണ്ടി എളുപ്പമല്ല. അയ്യോ, ഇപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട്. കുറച്ച് നേരം കൊണ്ടേ ഉള്ളൂ, അരമണിക്കൂർ കൊണ്ടേ ഉള്ളൂ ഇനി നടക്കാൻ. കിടിലൻ വ്യൂസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ കല്ലും മുള്ളെന്ന് പറഞ്ഞ വഴി നോക്കി നടക്കുമ്പോൾ സീനറി കാണാൻ സമയം കിട്ടണില്ല. നിർത്തി കാണണം. അപ്പോൾ അതൊക്കെ പോകണുള്ളതുകൊണ്ട് അയ്യോ അവർ ഫിലിപ്പും മൈക്കിളും മുടിഞ്ഞ സ്പീഡ്, ഒടുക്കത്തെ പോക്ക്, ഒടുക്കത്തായിരിക്കും. കയറ്റ വരുമ്പോൾ ഒടുക്കത്തെ സ്പീഡാകുന്നുണ്ട്, ഇറക്കത്തിൽ പക്കിയപ്പോഴല്ലോ. ഒരു മലയിടിഞ്ഞ് വന്നേക്കണം. നേരെ ഒരു പുഴയ്ക്ക് കയറിയാണ്. പുഴ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എടുത്തില്ല, ക്ഷമിക്കണം. ഭംഗിയുണ്ടായിരുന്നു, പറ്റണ്ട. എളുപ്പമല്ലേ സംഭവം. ഒരു അടുത്ത കയറ്റം വരുന്നുണ്ട്. നമ്മൾ പോട്ടർ ആൾ പൊളിയാട്ടോ. ആള് എന്നുവെച്ചാൽ വേഗം എടുത്ത് വേഗം ചടപടാന്ന് ഓടിപ്പോയൊന്നുമില്ല. മെല്ലെ എൻ്റെ ഒപ്പം തന്നെ കൂടെ വന്ന് പതുക്കെ പോകണല്ലോ. ഇന്ന് അങ്ങനെയാണ്. ഇനിയിപ്പോൾ എന്നങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, കാണാറില്ലേ. കയറ്റം വന്ന പ്രശ്നം. ഇന്നെങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഒരിടത്ത് വെച്ച് കാണാം. നേരത്തെ ഒരു മല ഞാൻ കാണിച്ചെന്നുണ്ടായില്ലേ, അപ്പം അതിൻ്റെ ഇതിരിക്കാണ് അവിടെ നിന്ന് മല പൊട്ടിക്കുന്നത് വിളിച്ചറിയാം. എന്നുണ്ടായെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചിരുന്ന പതുക്കിക്ക് എത്തി. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, പക്ഷേ അവിടെ കറണ്ടില്ല. അവിടെ ഇനി 10 ദിവസത്തേക്ക് കറണ്ടും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പതുക്കിങ്ങിൽ നിന്ന് കുറച്ചും കൂടി പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും നാളെ നാംചേക്ക് നടക്കാനുള്ളതാണ്. അപ്പോൾ അതിൽ ഇന്ന് നടക്കാമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കുറച്ച് ദൂരം കൂടി, 2 കിലോമീറ്റർ, 2 മണിക്കൂർ കൂടി നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തണവായി. 3 മണി കഴിഞ്ഞു.
കോടയൊക്കെ ഇറങ്ങി നല്ല തണവായി, കയ്യൊക്കെ മരവിച്ച് തുടങ്ങി. പക്ഷെ എന്തായാലും എത്രത്തോളം എത്തട്ടേന്ന് വെച്ച് പോകാമെന്ന് നോക്കിയിട്ടുണ്ട്. എല്ലാവരും വന്നു. അപ്പോൾ അവിടെ അതായത് മെയിനായിട്ട് എല്ലാവരും നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു പാർക്കിങ്ങിൽ. അവിടെ നിന്ന് കഴിച്ചു, പക്ഷേ ആരും അവിടെ നിന്നില്ല, എല്ലാവരും പുറപ്പെട്ടു. കാരണം കറണ്ടിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഫോൺ ചാർജ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഇനി കയറുന്നതോറും റേറ്റ് കൂടില്ല. അപ്പോൾ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചാൽ എല്ലാവരും പോരാന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഇവരൊക്കെ നമ്മുടെ ഫ്ലൈറ്റിലുണ്ടായിരുന്നവർ തന്നെയാണ്. അവർ ജപ്പാനിൽ നിന്ന് അവരുടെ ഇടാൻ. അപ്പോൾ എല്ലാവരും പോവാണ്. വീണ്ടും നടക്കുക 2 മണിക്കൂർ. അപ്പോൾ ഇന്ന് ഒരു 5 മണി 5:30 ആകുമ്പോൾ എത്തുമെന്ന് വിചാരിക്കണം. ഭയങ്കര തണവാവും, അതിലും പറ്റുന്നിടത്തോളം നോക്കാമെന്ന് വെച്ചിട്ട് എല്ലാവരും നടക്കണ്ടേ. നമ്മളിപ്പോൾ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് കൂടി നടക്കണം. ഇതിപ്പോൾ 2ാമത്തെയാണ് ഇന്ന്. നാളെ ഒരു 5 ഉണ്ട് ഞാംചേക്ക് പോകണ വഴിക്ക്. ഓ രക്ഷയില്ലാത്ത വ്യൂ ആണോ, കിടിലം. കാണിച്ചതാ അവിടുന്ന് ഒഴുകി ഇങ്ങനെ വല്ല വല്ല വന്ന് എവിടുന്നോ വന്ന് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. അമ്മേ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാന്ന് വെച്ചു. തളർന്ന് വിവശനായി. ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ഈ പരിപാടി തുടങ്ങിയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ശാരീരികമായി തളർന്നിട്ടുള്ളൂ, മാനസികമായി തളർന്നിട്ടില്ല ഇതുവരെ. വിചാരിച്ചിട്ട് നേരത്തെ പതുക്കിന്ന് 2 മണിക്കൂർ യാത്ര ചെയ്തെത്താന്ന് വിചാരിച്ച സ്ഥലത്തിനായിട്ട് കൂടുതൽ വന്നു. കാരണം അവിടെ എത്തിയിട്ട് നോക്കിയപ്പോൾ നമ്മുടെ മൈക്കിൾ ആശാനെയും ഫിലിപ്പ് മച്ചാനെയും കാണാനില്ല. 2 പേര് എവിടെ പോയാണോ, ഒടുക്കത്തെ സ്പീഡാ ഭ്രാന്തന്മാർക്ക്. അതുകൊണ്ട് അവരെ തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് നേരം എന്തായാലും നടക്കാമെന്ന് വെച്ചു, ഒരു 5-5:15 വരെ നടക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇപ്പോഴായിട്ടില്ല, 4:45 ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഒരു 1/2 മണിക്കൂർ കൂടി നടന്നാൽ അവിടെ എവിടെ ടീ ഹൗസ് എന്തായാലും നിൽക്കും. അതിനപ്പുറത്തേക്ക് നോക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇന്ന് കണ്ടില്ലെങ്കിൽ നാളെ നാപ്ചര വെച്ച് എന്തായാലും കാണുന്ന ഉറപ്പുണ്ട്. നമ്മുടെ അടുത്ത സസ്പെൻഷൻ ബ്രിഡ്ജ് ഇതൊക്കെ ശരിക്കും നാളത്തെ ട്രിപ്പിൽ വരേണ്ടതാണ്. പക്ഷേ നമ്മൾ ഇന്ന് കുറേ കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് 2 ഇത് കിട്ടി. മൊത്തം നാളെ വരുന്ന 5 എണ്ണത്തിലെ 2 ഇന്ന് കിട്ടി. അതിന് സാധനങ്ങളൊന്നും പോകാണ്ട് നിൽക്കണം. പോയാൽ വ്യൂ പോകാൻ പിന്നെ കിട്ടില്ല. ഓരോ ശീല വ്യൂ ഒന്നും. അപ്പ നല്ല തണവുണ്ട്, നല്ല വ്യൂ ആണ്. ഇങ്ങനത്തെ ജാഥ വരുമ്പോൾ എന്താ പറയുക, സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ അരുക്കിക്ക് നിൽക്കരുത്. ഞാൻ ഈ വീണ കൊക്കയുടെ മാതിരി അരുക്കിക്ക് നിൽക്കരുത്. പിന്നെ ഇവരടക്കി ഇങ്ങനെ കൊടയും. ഈ കുറഞ്ഞ മതി. ബോഡി കിട്ടാണ്ട് കുലുക്കുമ്പോൾ നമ്മുടെ ബാഗൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടാവും. സാധനത്തുമായിട്ട് നേരെ അങ്ങോട്ട് മറക്കാൻ പറഞ്ഞോളൂ, അതോടുകൂടി തീരുമാനമായിക്കോളും. അപ്പോൾ അങ്ങോട്ട് വരുന്നവരാണെങ്കിൽ ഇതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം വരാം. നല്ല പൊടി. ഇതാണ് നേരത്തെ പറഞ്ഞാൽ നമ്മൾ നാളെ, അതായത് പാർക്കിങ്ങിൽ നിന്ന് ഞാംചേക്ക് പോകുമ്പോൾ പെർമിറ്റ് എടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മളെന്തായാലും ഇന്ന് ഈ വഴി കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ച സ്ഥിതിക്ക് ഇവിടെ നിന്ന് എടുക്കണം. അപ്പോൾ ഇന്ന് തന്നെ ആയി. പക്ഷേ നമുക്ക് കുറേ നടക്കാണ്ട്. കോടയൊക്കെ നല്ലോണം ഇറങ്ങി. അത്യാവശ്യം വയ്യേണ്ടിയുണ്ട്. നമ്മളിപ്പോൾ ഒരു 10 കിലോമീറ്റർ മേലെ നടക്കണം. വ്യൂ ഒരു രക്ഷയില്ലാട്ടോ, വീട്ടിലാണ്. ഇറങ്ങത്തെ യാക്കല്ലത് എന്ത് ക്രോസ് ബ്രീഡാന്നുണ്ട് പോണ്ട്. സാധനങ്ങളൊക്കെ ആയിട്ട് പോണ സെറ്റപ്പോൾ നായ അതിൻ്റെ കൂടെ വഴി തെളിക്കാൻ പോണതല്ല. അപ്പോൾ മോഞ്ചോയിലെത്തി ഞങ്ങൾ. ഞങ്ങൾ പാർക്കിങ്ങിൽ നിന്ന് അവിടെ കറണ്ടിൻ്റെ പ്രശ്നം അവിടെ നിന്ന് പോന്നിട്ട് മറ്റേ പാർക്കിങ്ങിൽ നിൽക്കാണ്ട് കറണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി നടന്നു. എന്നിട്ട് നടന്ന് ഇവിടെ എത്തി, മോഞ്ചോയിലെത്തി. അപ്പോൾ നല്ല തണവാണ്. അവിടെ 3 ഡിഗ്രിയാണ്. അപ്പോൾ ഇനി രാത്രിയൊക്കെ ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ എന്താ പറയുക, ഫുള്ള് സെറ്റിലാണ് ഇട്ടുണ്ട്. മറ്റേ ബേസ് ലെയർ കൂടും.
എല്ലാ കാര്യങ്ങളും ചെയ്ത് സെറ്റായിട്ടിരിക്കുകയാണ്. കൈയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഗ്ലൗസും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല തവണ കൈയൊക്കെ മരവിച്ചൊരു പരിവായി. അപ്പോൾ നാളേക്കിനി നമ്മൾ നാംചിക്ക് പോകാൻ ഇനി നമുക്ക് ശരിക്കും 11 കിലോമീറ്റർ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളൊരു 5.5 കിലോമീറ്റർ അതിൻ്റെ കൂടി ചേർന്ന് നടന്നു. അപ്പോൾ ഇന്ന് ശരിക്കും ഞങ്ങൾ മൊത്തത്തിൽ 13 കിലോമീറ്റർ നടന്നു, ഒരു 7.5 കിലോമീറ്ററിന് പകരം. അപ്പോൾ നാളെ ഇനി നമുക്ക് കുറച്ചുള്ളൂ. അപ്പോൾ നാളെ കാലത്ത് തുടങ്ങി ഉച്ചയോട് കൂടി നാംചി എത്താം എന്നാണ് നമ്മൾ പ്ലാൻ. അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ലഞ്ച് കഴിച്ച് പിന്നെ മൊത്തം ഫ്രീ ആണ്. പിന്നെ അക്ലൈമറ്റൈസേഷൻ ഡേ ആണ്, അപ്പോൾ സീൻ ഉണ്ടാവില്ല. നമുക്ക് മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ച് സെറ്റായി കിടക്കണം. ഫുഡ് പറഞ്ഞിട്ടുണ്ട് അവർ 7:30 ആകുമ്പോൾ കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. എല്ലാം വലിച്ചവരിട്ടേക്കുക, ഡ്രസ്സും സാധനങ്ങളൊക്കെ, ഫോണിൻ്റെയൊക്കെ ചാർജ് ചെയ്യാൻ. അപ്പോൾ ചാർജിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ നോക്കാൻ പോകണം. കാലത്തൊട്ട് തുടങ്ങി നടത്തിയത് കൊണ്ട് തന്നെ നല്ലപോലെ ഫുഡ് അടിച്ച് പെട്ടെന്ന് തന്നെ കയറി ഉറങ്ങാമെന്ന് വെച്ചു. നാളെ ഒരു വലിയ ദിവസമാണ്. നാംചിക്ക് പോകുന്നത് അത്യാവശ്യം ടഫായിട്ടുള്ളൊരു റൂട്ടാണ്. സംഭവം ദൂരം നമ്മളിന്ന് ഓൾമോസ്റ്റ് കുറേ കവർ ചെയ്തെങ്കിലും നാളത്തെ യാത്ര വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. കാരണം കുറേ കയറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, നല്ലപോലെ റെസ്റ്റ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നാംചിയിൽ വരെയുള്ള വിശേഷങ്ങളും അത് ഇനി വരുന്ന ദിവസങ്ങളിലെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലാണ്. ഇപ്പോൾ തന്നെ വീഡിയോ ഭയങ്കര വലുതായി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ. എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെയും ബൈ ബൈ. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത വ്യൂ.